أولا بتقوى الله وأقيموا الصلاة وآتوا الزكاة ولا تكونوا من المشركين. قال الله تعالى في قرآنه الكريم: وإذ قال إبراهيم رب أرني كيف تحيي الموتى قال أولم تؤمن قال بلى ولكن ليطمئن قلبي قال فخذ أربعة من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم. صدق الله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റജബ് മാസത്തിൻ്റെ സവിശേഷതകൾ, അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില അനാചാരങ്ങൾ, അതിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. റജബ് മാസത്തിൽ ഇസ്റാ മിഅ്റാജുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവത്തിൻ്റെ യാഥാർത്ഥ്യവും കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ആകാശയാത്ര, അതാണ് മിഅ്റാജ്. അതൊരു സ്വപ്നയാത്ര ആയിരുന്നോ? അതല്ല, ശാരീരികമായ യാത്ര ആയിരുന്നോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതനോ അല്ല, മറിച്ച് നമുക്കിടയിൽ ശരീരം കൊണ്ട് എങ്ങനെയാണ് 7 ആകാശവും കടന്ന് ഒറ്റ രാത്രി കൊണ്ട് അള്ളാഹുവുമായി സംസാരിച്ച് പിറ്റേ ദിവസം സുബഹിയുടെ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ തിരിച്ചെത്തിയത്, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇതാണ് മിക്കവരുടെയും ചോദ്യം. അതുകൊണ്ട് അതൊരു സ്വപ്നയാത്ര ആയിരുന്നില്ലേ? അങ്ങനെയും ചോദിക്കുന്നവർ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ ഓതിയ ആയത്ത് സൂറത്ത് ഇസ്രായിലെ 1-ാമത്തെ ആയത്താണ്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു തന്നെ അവിടെ സംസാരിക്കുന്നത്. അസ്റാ ബി അബ്ദിഹി എന്ന പ്രയോഗം, തൻ്റെ ദാസനെ അവൻ കൊണ്ടുപോയി, തൻ്റെ അടിമയെ അവൻ കൊണ്ടുപോയി. അപ്പോൾ തീർച്ചയായിട്ടും അത് അള്ളാഹുവിൻ്റെ കഴിവുമായി ബന്ധപ്പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു വരുന്ന ഒരു ആയത്താണ് ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. സൃഷ്ടികളെ കാണുന്ന കണ്ണുകൊണ്ട് സൃഷ്ടാവിനെ നമ്മൾ കാണരുത്. മനുഷ്യർക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ട്. മനുഷ്യർ എന്ന് പറയുമ്പോൾ സൃഷ്ടികൾക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ട്. ആ പോരായ്മകൾ ഇല്ലാത്ത സൃഷ്ടാവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ടാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് കഴിഞ്ഞിട്ട് ആദ്യമായി സംഭവം പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ്. ഞാൻ ഇങ്ങനെ യാത്ര പോയി, കഴിഞ്ഞ രാത്രി പല യാഥാർത്ഥ്യങ്ങൾ കണ്ടു. കേട്ടപാടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? 2 പോയിന്റാണ്. ഒന്നാമത്തെ പോയിന്റ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഞാൻ പോയി എന്ന ഒരു അടിസ്ഥാനത്തിൽ അല്ല, മറിച്ച് അള്ളാഹു എന്നെ കൊണ്ടുപോയി. അള്ളാഹുവിലുള്ള ആ വിശ്വാസമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ പറഞ്ഞ കാര്യത്തെ ഉടനടി വിശ്വസിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രചോദനം. രണ്ടാമതായി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുവരെയും കള്ളം പറഞ്ഞിട്ടില്ല. അദ്ദേഹം കള്ളം പറയുകയില്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രകൃതിയിൽ പെട്ടതല്ല. അപ്പൊ അള്ളാഹുവിന് കഴിയും. അതൊരു യാഥാർത്ഥ്യമാണ്, കേവലം ഒരു സ്വപ്നയാത്രയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു എന്തിനാണ് കൊണ്ടുപോയത്? അതും ഞാൻ ഓതിവച്ച ആയത്തിൽ, അഥവാ സൂറത്ത് ഇസ്രായിലെ ആ 1-ാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നു, ലിനുരിയഹു മിൻ ആയാതിന. ചില ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. സാധാരണ മനുഷ്യർ കാണാത്ത അഭൗതികമായ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നാം അദ്ദേഹത്തെ കൊണ്ടുപോയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഞാൻ ഓതി വെച്ച ആയത്താണിപ്പോൾ, അള്ളാഹുവോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ, മരണശേഷം ഒരു ജീവിതം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെന്നെ ഒന്ന് കാണിച്ചു തരണം. സൂറത്ത് ബഖറയിലെ 260-ാമത്തെ ആയത്താണ്. വൈദ് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, റബ്ബി, എൻ്റെ നാഥ, അരിനി കൈഫ തുഹ്യിൽ മൗത, നീ എങ്ങനെയാണ് മരണശേഷം ആളുകളെ ജീവിപ്പിക്കുന്നത്? ഇത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ്, ഖാല അവലം തുഅ്മിൻ, എന്താ ഇബ്രാഹിമേ, നിനക്ക് വിശ്വാസമില്ലേ? നീ ഒരു പ്രവാചകനല്ലേ? നീ ജനങ്ങളോട് ഈ സംഗതി പറയുന്ന ഒരു പ്രവാചകനല്ലേ? നിനക്കെന്താ വിശ്വാസമില്ലേ? ഖാല, ഇബ്രാഹിം പറഞ്ഞു, ബല, ഉണ്ട്. വലാകിൻ, പക്ഷേ, ലിയതുമ ഇന്ന ഖൽബി, എനിക്കൊരു എന്താ പറയാ, ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ സംഗതി ജനങ്ങളോട് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു ഉറപ്പ് വേണം. ഈ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തോട് പറയുന്നു, ഖാല ഫഖുദ് അർബഅത മിന ത്വയ്രി, നീ 4 തരം പക്ഷികളെ പിടിക്കുക. ഫസുറുഹുന്ന ഇലൈക, നീ എന്നിട്ട് അതിനെ ഇണക്കി വളർത്തുക. നിന്നോട് ചേർത്ത് ഇണക്കി ഈ പക്ഷികളെ വളർത്തുക. സുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന, പിന്നീട് അതിനെ കൊല്ലുക. നിന്നോട് ഇണക്കി അതിനെ വളർത്തിയ ശേഷം നീ അതിനെ കൊല്ലുക, എന്നിട്ട് തുണ്ടമാക്കുക. എന്നിട്ടോ സുമ്മ ഇജ്അൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്ആ, ആ കാണുന്ന പർവ്വതങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ കുറച്ച് അംശങ്ങൾ, ഭാഗങ്ങൾ വയ്ക്കുക. ചുരുക്കി പറഞ്ഞാൽ, കുറച്ച് പക്ഷികളെ പിടിക്കുക, നിന്നിലേക്ക് ചേർത്ത് ഇണക്കി വളർത്തി, അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ ആ പക്ഷികളെ നീ കൊല്ലുക. കൊന്നിട്ട് തുണ്ടമാക്കി, കൈ വേറെ, കാല് വേറെ, തല വേറെ, അങ്ങനെ ആക്കിയിട്ട് അവിടെ കാണുന്ന ഒരു പർവ്വതം, ആ പർവ്വതത്തിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ അംശങ്ങളെ, ഭാഗങ്ങളെ വയ്ക്കുക. സുമ്മദുഉഹുന്ന, പിന്നീട് നീ അതിനെ വിളിക്കുക. നീ പണ്ട് ഇണക്കി വളർത്തിയപ്പോ നീ വിളിച്ച പേരുണ്ട്, ആ പേര് ചൊല്ലി അതിനെ വിളിക്കുക.
യഅ്തീനക സഅയ്യാ, നിന്റെ അടുക്കലേക്ക് അത് ഓടി വരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹ് കാണിച്ചു കൊടുത്തു. എന്ത് കാണിച്ചു കൊടുത്തു? മരണശേഷം ഒരു ജീവിതമുണ്ട്. ഇത് സാധാരണ നമുക്ക് കാണിച്ചു തരുമോ? ഇല്ല. എന്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു? അദ്ദേഹം ഒരു പ്രവാചകനാണ്. ഒരു ഫിലോസഫറും ഒരു പ്രവാചകനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ദാർശനികൻ, ഒരു ഫിലോസഫർ, അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ നിഗമനം, അദ്ദേഹത്തിന്റെ ചിന്ത, അദ്ദേഹത്തിന്റെ പഠനം, അതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് തെറ്റാം ശരിയാകാം. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം മാറ്റി പറയും, ഞാൻ അന്ന് പറഞ്ഞ തത്വചിന്ത തെറ്റായിരുന്നു, ഇതാണ് ശരി, എൻ്റെ പഠനം, അന്ന് ഞാൻ വായിച്ചത്, അന്ന് ഞാൻ കണ്ടെത്തിയത് തെറ്റായിരുന്നു. ഒരു ഫിലോസഫർ അങ്ങനെ പറഞ്ഞേക്കാം. പക്ഷേ പ്രവാചകന്മാർ പറയുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ട് ആ യാഥാർത്ഥ്യം കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് എൻ്റെ ഹൃദയത്തിനൊരു ആത്മനിർവൃതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലിയതുമഇന്ന ഖൽബി. അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്, ഇബ്രാഹിമെ നിനക്കെന്താ വിശ്വാസമില്ലേ? ഉണ്ട്, പക്ഷെ എൻ്റെ ഹൃദയത്തിനൊരു ആത്മനിർവൃതി കിട്ടണം. ലിയതുമഇന്ന ഖൽബി. അങ്ങനെ ദുആ ചെയ്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് അള്ളാഹ് കാണിച്ചു കൊടുക്കുന്നു, ഇതുപോലെയാണ് ഖബറീന്ന് നിങ്ങളൊക്കെ എഴുന്നേറ്റ് വരും. ഞാൻ വിളിക്കുമ്പോൾ നിങ്ങളുടെ പേരൊക്കെ എനിക്കറിയാലോ. അള്ളാഹു പറയുന്നു, ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ ഖബറീന്ന് അങ്ങനെ എഴുന്നേറ്റ് വരും. ഇന്നല്ലാഹ വഅലം, ഇബ്രാഹിമെ നീ അറിയണം, അന്നല്ലാഹ അസീസ്, അള്ളാഹു അജയ്യനാണ്, ഹക്കീം, അള്ളാഹു യുക്തിമാനാണ്. അപ്പൊ അവിടെയും ഉപയോഗിച്ച പദപ്രയോഗം അതാണ്. അള്ളാഹുവിന്റെ ആ അസീസ് അഥവാ അജയ്യൻ, ഹക്കീം അഥവാ യുക്തിമാൻ, നമ്മളത് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, അള്ളാഹുവിന്റെ കഴിവിൽ വിശ്വസിക്കണം. അപ്പൊ ആ കഴിവിൽ വിശ്വസിക്കുമ്പോഴാണ് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉടലോടെ അള്ളാഹ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഫലസ്തീൻ അവിടെ എത്തി, മസ്ജിദുൽ അഖ്സ അവിടെ കയറി, എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി നമസ്കരിച്ചു. 1-ാം ആകാശം, 2-ാം ആകാശം, അങ്ങനെ 7 ആകാശങ്ങൾ കടന്ന് അള്ളാഹുവിൻ്റെ അടുക്കലെത്തി. അള്ളാഹുവുമായി ഒരു മുനാജാത്ത്, ഒരു സംസാരം. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് അഥവാ മസ്ജിദുൽ അഖ്സ അവിടേക്ക് വരുന്നു. വീണ്ടും അവിടെ നിന്ന് കഅബയിലേക്ക് യാത്ര തിരിക്കുന്നു. കേൾക്കുമ്പോൾ നമ്മുടെ യുക്തി, എന്ത് ലോജിക്കുണ്ട്, ഇതെങ്ങനെ സത്യമാകും? അതിലെവിടെയാണ് ഒരു ശാസ്ത്രീയമായിട്ട്, സയന്റിഫിക് ആയിട്ട് അതെങ്ങനെ ശരിയാകും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ആ ചിന്തിക്കുന്നവർ മനസ്സിലാക്കുക, അന്നല്ലാഹ അസീസുൻ ഹക്കീം, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അല്ലാഹു അസീസ്, അല്ലാഹു ഹക്കീമാണ്. അത് മനസ്സിലായാൽ ഇത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അള്ളാഹുവിനെ ശരിക്കും മനസ്സിലായില്ലെങ്കിലോ ഇതും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒരു പ്രയാസമുണ്ട്. ലോജിക്ക് തേടി നടക്കും. ബുദ്ധിയിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. അതൊരു സ്വപ്നയാത്രയല്ലേ? ഇനിയിപ്പോ സ്വപ്നയാത്രയാണ് എന്ന് സങ്കല്പിക്കുക. റസൂല് പോയത് സ്വപ്നത്തിലാണ് സങ്കല്പിക്കുക. സ്വപ്നയാത്രയാണെങ്കിൽ റസൂല് വന്നിട്ട് ഇങ്ങനെ പറയാണ്, പോയിട്ട് കണ്ട കാര്യം. ഒരു ഉദാഹരണം പറയാം. റസൂൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുത്തു. ഇതാ നരകം, ഇതാ സ്വർഗം. അതൊക്കെ ഒരു ആവിഷ്കാരമാണ്, യാഥാർത്ഥ്യമല്ല. യഥാർത്ഥ സ്വർഗവും യഥാർത്ഥ നരകവും വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ അതിനു മുന്നേ റസൂലിനെ അള്ളാഹ് കാണിച്ചു കൊടുക്കുകയാണ് ഒരു ആവിഷ്കാരമായിട്ട്. അങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് മനുഷ്യർ അവര് മാംസം കഴിക്കുകയാണ്. എങ്ങനെയുള്ള മാംസമാണ് കഴിക്കുന്നത്? വളരെ വൃത്തികെട്ട, ദുർഗന്ധം വമിക്കുന്ന, ചീത്തയായ അളിഞ്ഞ മാംസം കഴിക്കുന്നു. അതിങ്ങനെ ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടപ്പുറത്ത് നല്ല മാംസം ഉണ്ടായിരിക്കെ, ശുദ്ധമായ നല്ല മാംസം പാകപ്പെടുത്തി വച്ചിരിക്കെ, ചീഞ്ഞു നാറിയ അളിഞ്ഞ മാംസം ഒരു വിഭാഗം കഴിക്കുന്നു. പ്രവാചകൻ ചോദിച്ചു, എന്താണ് ഈ കാണുന്നത്? ഇവരെന്തിനാണ് ഈ ചീഞ്ഞ മാംസം കഴിക്കുന്നത്? നല്ല മാംസം ഇപ്പുറത്തുണ്ടല്ലോ. ഇതിന് മറുപടിയായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, വ്യഭിചരിച്ചവരാണവര്. നല്ലതുണ്ടായിരിക്കെ, അള്ളാഹ് ഹലാലാക്കിയത് അവർക്കുണ്ടായിരിക്കെ
മ്ലേച്ഛമായതിൻ്റെ പുറകെ സഞ്ചരിച്ച ഒരു വിഭാഗമാണത്. അപ്പൊ റസൂലിനെ അത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുക്കുന്നു. ഓരോ യാഥാർത്ഥ്യങ്ങൾ ഒരു നമ്മളൊക്കെ കേട്ട ഒരു സംഗതിയാണ്. നരകത്തിൽ ഇങ്ങനെ നരകം കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ്. അത് സ്ത്രീകളെ കുറ്റപ്പെടുത്തി പറഞ്ഞ ഒരു കാര്യമല്ല, അത് സ്ത്രീകളെ അവഹേളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമല്ല. കാരണം നരകത്തിലേക്ക് പോകാനുള്ള പണി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നിട്ട് സഹാബിമാരോട് പറഞ്ഞു, നാവ് കൊണ്ട് കൊയ്തെടുത്ത കറ്റ നിമിത്തം അവർ നരകത്തിൽ പോയി. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? നാവ് കൊണ്ട് കൊയ്തെടുത്ത കറ്റ എന്ന് പറഞ്ഞാൽ സംസാരമാണ്, വർത്തമാനമാണ്. അല്ലാതെ പെണ്ണായതുകൊണ്ട് നരകത്തിൽ, ആണായതുകൊണ്ട് സ്വർഗത്തിൽ, അങ്ങനെ ഒരു വംശത്തിന്റെ വർഗത്തിന്റെ പ്രശ്നം അവിടെ ഇല്ല. പെണ്ണായതുകൊണ്ട് കൊച്ചാക്കിയതുമല്ല, മറിച്ച് നാവ് കൊണ്ട് കൊയ്തെടുത്ത കറ്റ. അത് ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അങ്ങനെയാകാം. അപ്പൊ അങ്ങനെയും റസൂല് കണ്ടു. ഇതെല്ലാം റസൂല് വന്നിട്ട് സഹാബിമാരോട് പറയുന്നു. ഇത് പറയുമ്പോൾ സ്വപ്നയാത്രയാണെങ്കിൽ സങ്കല്പിക്കുക, അവര് പറയും സ്വപ്നമല്ലേ, സ്വപ്നത്തിൽ അങ്ങനെ ആരൊക്കെ എന്തൊക്കെ പലതും കാണുന്നു, അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? അല്ല, നമ്മൾ അങ്ങനെ പറയില്ലേ, ഇതൊക്കെ ഒരു സ്വപ്നം, സ്വപ്നത്തിൽ ഇപ്പൊ നമ്മൾ എന്തൊക്കെ കാണുന്നു? അല്ല, അങ്ങനെയും ഒരു മറുചോദ്യം ഉണ്ടായേക്കാം. സ്വപ്നത്തിൽ നമ്മൾ എവിടെയെല്ലാം സഞ്ചരിക്കാറുണ്ട്, എവിടെയെല്ലാം പോകാറുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ കാര്യം യാഥാർത്ഥ്യമല്ല, അദ്ദേഹം സ്വപ്നം കണ്ടതാ, സത്യമല്ല എന്ന മറുവാക്ക് സംഭവിച്ചേക്കാം. പക്ഷെ പ്രവാചകൻ ഉടലോടെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയിട്ടാണ് തിരിച്ചു വന്നത്. എന്തിന്? റസൂല് സംസാരിക്കുമ്പോൾ പറയുമ്പോൾ റസൂലിനൊരു യഖീൻ, ഒരു ഉറപ്പ് വേണം, ഈ പറയുന്ന കാര്യം സത്യമാണ്. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനത് കണ്ടതാണ്, ഒരു ഫിലോസഫറായിട്ട് റസൂൽ സംസാരിക്കുന്നില്ല. ഇതെന്റെ തത്വചിന്തയല്ല, ഇതെന്റെ അറിവല്ല, മറിച്ച് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പൊ അള്ളാഹുവിലുള്ള അള്ളാഹുവിന്റെ ആ കഴിവ്, ഇതാണ് ഇവിടെ നമ്മൾ അടിവരയിടേണ്ടത്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവൻ, മറിച്ച് റസൂലിന്റെ കഴിവായിട്ടല്ല നമ്മൾ അതിനെ കാണേണ്ടത്. പുതിയ കാലഘട്ടത്തിൽ, പുതിയ തലമുറയിൽ ഒരു ട്രെൻഡ് അത് സജീവമായി നിലനിൽക്കുകയാണ്. ആ ട്രെൻഡ് എന്താ? യുക്തിക്ക് പറ്റാത്തത് അംഗീകരിക്കില്ല. ഞാൻ എനിക്കൊരു ലോജിക്ക്, അതിൻ്റെ ഒരു ലോജിക്ക് എന്താണ്? ആ ഒരു ചോദ്യം ശക്തമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. എൻ്റെ ബുദ്ധിക്ക് നിരക്കാത്തത് ഖുർആനിൽ കണ്ടാൽ, ഹദീസിൽ കണ്ടാൽ ഞാനത് അംഗീകരിക്കില്ല. ചില മൗലവിമാരെ അങ്ങനെയുള്ള പഠന ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുമുണ്ട്. ചില ഹദീസൊക്കെ എടുത്തു വച്ചിട്ട് എന്താണ് അതിൻ്റെ പുറകിലെ യുക്തി, എന്താണ് അതിൻ്റെ പുറകിലുള്ള ലോജിക്ക്, അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുമുണ്ട്. അത് കേട്ടിട്ട് യുക്തിരഹിതമായത് ഞാൻ അംഗീകരിക്കില്ല എന്ന ഒരു പുതിയ തരം ട്രെൻഡ് നമുക്കിടയിൽ ഇപ്പോൾ സജീവമാണ്. ഒരു ചരിത്രം ഓർമ്മ വരികയാണ്. ലെനിൻ, നിങ്ങൾക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആചാര്യൻ ലെനിൻ. അദ്ദേഹം സോഷ്യൽ വർക്കറാണ്. അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടറോട് ഒരിക്കൽ ചോദിക്കുകയാണ്. അദ്ദേഹം ഒരുപാട് നൂറുകണക്കിന് രോഗികളെ ഓപ്പറേഷൻ ചെയ്ത, കീറി മുറിച്ച് അങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ അദ്ദേഹത്തോട് ചോദിക്കുക, താങ്കൾ എപ്പോഴെങ്കിലും ശരീരങ്ങളെ കീറി മുറിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെങ്ങാനും ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? ഡോക്ടർ അല്പം ഒന്ന് ചിന്തിച്ച ശേഷം തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. അല്ല, താങ്കൾ ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി സമരം ചെയ്യുന്നു, പോരാടുന്നു. താങ്കൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പോരാടുന്നത്? എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി താങ്കൾ നിലകൊള്ളുന്നു. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ലെനിൻ പറഞ്ഞു, എൻ്റെ മനസ്സാക്ഷി കൊണ്ടാണ്. ഈ ഡോക്ടർ തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ നൂറുകണക്കിന് ശരീരങ്ങളെ കീറി മുറിച്ചിട്ട് മനസ്സാക്ഷി എന്ന ഒരു സാധനം കണ്ടിട്ടില്ല. അപ്പൊ ഈ സംഗതി കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, ആത്മാവിനെ കാണാൻ കഴിയില്ല. ആത്മാവ് ഉണ്ടോ? ഉണ്ട്. മനസ്സാക്ഷി ഉണ്ടോ? ഉണ്ട്. അതെവിടെ? ആർക്കും അറിയില്ല. അത് പ്രവർത്തിക്കുന്നു. അതെൻ്റെ കണ്ണുകൊണ്ട് കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ
എന്നാണെങ്കിൽ അതിൻ്റെ ലോജിക്ക് എവിടെയാണ്? അതെൻ്റെ കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ട് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ എന്താണ് പറയുക? നിങ്ങൾക്കറിയാലോ, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് അത്ഭുതങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു അത്ഭുതമാണ് മൂസാ നബി അലൈഹിസ്സലാം. അദ്ദേഹം ഇസ്രായേലരെ മോചിപ്പിച്ചു കൊണ്ടുവരികയാണ്. ഏതാണ്ട് ലക്ഷക്കണക്കിന് ഇസ്രായേലിയർ, അവരെ ഫറോവയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അങ്ങനെ മോചിപ്പിച്ചു കൊണ്ട് വരുന്നു. മുമ്പിൽ കടലാണ്, പുറകിൽ ഫറോവയുടെ വലിയ സൈന്യമാണ്. എന്തു ചെയ്യും? മുമ്പിൽ വലിയ പാരാവാരം, വലിയ കടൽ, പുറകിലാണെങ്കിൽ ലക്ഷക്കണക്കിന് ഈ ഫറോവയുടെ സൈന്യം. ആ സമയത്ത് വിശ്വാസമില്ലാത്തവര്, ആ മൂസാ നബിയുടെ കൂടെയുള്ള വിശ്വാസമില്ലാത്തവർ പറഞ്ഞു, മൂസാ, നീ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോവുകയാണോ? ഇനി എന്താ ചെയ്യാൻ പറ്റിയ? മുമ്പിൽ കടല്, പുറകില് ഫറോവയുടെ സൈന്യം, രക്ഷയില്ല. ഭൗതികമായി ചിന്തിക്കുമ്പോൾ അവിടെ ലോജിക്കില്ല. എന്താണ് ലോജിക്ക്? അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കടലിലേക്ക് എടുത്തു ചാടി മരിക്കാം. ആരാ പറഞ്ഞത്? കൂടെയുള്ള മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം പറഞ്ഞു. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അവിടെ ശാസ്ത്രം എന്തു പറയും? രക്ഷപ്പെടാൻ എന്താ മാർഗം? ഇല്ല. മുമ്പിൽ കടൽ, പുറകില് ഫറോവയുടെ സൈന്യം. ഫറോവയുടെ സൈന്യം പിടിച്ചാലോ കൊന്നുകളയും. ഈ കടൽ, അതിലേക്ക് ചാടിയാലോ മരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്തു വന്നാലും മരിക്കും. മൂസാ നബിയുടെ കൂടെയുള്ള ഏതാണ്ട് കുറെ മുസ്ലിങ്ങൾ അങ്ങനെ പറയുകയും ചെയ്തു, നീ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോവുകയാണോ? പക്ഷെ ആ സമയത്ത് ശാസ്ത്രീയ ചിന്തയല്ല, ബുദ്ധിയല്ല, മറിച്ച് അഭൗതികമായ പടച്ചവൻ, ആ അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമുള്ള മൂസാ നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടി, ഇന്ന റബ്ബി മഈ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ വഴി കാണിക്കും. അതൊരു വിശ്വാസമാണ്. അള്ളാഹ് പറഞ്ഞു, മൂസ വടി കൊണ്ട് അടിച്ചു, കടൽ രണ്ടായി പിളർന്നു. അതിൻ്റെ ലോജിക്ക് എന്താ? അതിൻ്റെ ശാസ്ത്രീയത എന്താ? പറയാൻ പറ്റൂ? കഴിയില്ല. അതൊരു അത്ഭുതമാണ്. എങ്ങനെ സംഭവിച്ചു? അതിന്റെ പുറകിൽ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എൻ്റെ റബ്ബിന് സാധിക്കും, എൻ്റെ റബ്ബ് ചെയ്യും. കടല് രണ്ടായിട്ട് മാറിയതിൻ്റെ ശാസ്ത്രീയമായ വശത്തെ അന്വേഷിച്ചു പോയാൽ ഉത്തരം കിട്ടില്ല. അതേപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം ഇവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു. എവിടെ? സീനാ മരുഭൂമി. ഇസ്രായേലരെ അള്ള ശപിച്ചു 40 കൊല്ലത്തേക്ക്. ആ ചരിത്രം മുഴുവൻ പറയാൻ സമയമില്ല, ചുരുക്കി പറയാം. ഈ 40 കൊല്ലത്തേക്ക് ശപിച്ചപ്പോൾ അവർക്ക് വെള്ളം വേണം, കുടിക്കാൻ, കുളിക്കാൻ, പല ആവശ്യങ്ങൾക്ക് വെള്ളം. നമുക്കറിയാം വെള്ളത്തിൻ്റെ ഉപയോഗം. ഈ 40 കൊല്ലം ജീവിക്കണ്ടേ? മൂസാ നബിയോട് അവര് ആവശ്യപ്പെട്ടു, വൈദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി ഫഖുൽന ളിരിബ് ബിഅസാകൽ ഹജർ ഫൻഫജറത് മിൻഹു 12 ഐന ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹു കുലു വശ്റബു മിൻ റിസ്ഖില്ലാഹ് വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. മൂസാ നബിയോട് വെള്ളം, ഈ മരുഭൂമിയിൽ വെള്ളം വേണം, അവിടെ കുഴിച്ചാൽ വെള്ളം കിട്ടില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറഞ്ഞാൽ അവിടെ കുഴിച്ചാൽ എണ്ണയാണ് കിട്ടുക, വെള്ളം കിട്ടില്ല, മരുഭൂമിയാണ്. അവിടെ കണ്ട ഒരു പാറയിൽ അടിക്കുവാനായിട്ട് മൂസാ നബിയോട് അള്ളാഹു ആവശ്യപ്പെട്ടു. നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ പാറമേൽ അടിക്കുക. അടിച്ചപ്പോഴേക്കും 12 ഉറവകൾ പൊട്ടിയൊഴുകി. അതെങ്ങനെ സംഭവിച്ചു? അതിന്റെ ലോജിക്ക് എന്താണ്? ശാസ്ത്രീയമായി പറയൂ, ബുദ്ധി കൊണ്ട് ചിന്തിക്കൂ, കണ്ടെത്താൻ കഴിയില്ല. ഇപ്പോഴും ആ 12 ഉറവകൾ അവിടെ പൊട്ടിയൊഴുകിയതിൻ്റെ പാടുകൾ അവശേഷിക്കുന്നു. ഈജിപ്തിലെ തൂർ സീന പർവ്വതം സഞ്ചാരികൾക്ക് അത് നേർക്ക് നേരെ കാണാൻ കഴിയും. 12 ഉറവകൾ. എന്തിനാണ് 12 ഉറവകൾ? ഇവർ 12 ഗോത്രക്കാരാണ്. ഇത് 1-2 പേരല്ല, ലക്ഷക്കണക്കിന് ഇസ്രായേലരാണ്. 1-2 ദിവസമല്ല, 40 കൊല്ലമാണ്. 40 കൊല്ലം കുളിക്കാൻ, കുടിക്കാൻ, ജീവിത ആവശ്യങ്ങൾക്കുള്ള വെള്ളം അരുവിയായി പൊട്ടിയൊഴുകി. അതിൻ്റെ ലോജിക്ക് എന്താ? അതിൻ്റെ സയന്റിഫിക്കായ ഒരു തെളിവെന്താ? പറയാൻ കഴിയില്ല. ഇതാണ് പടച്ചവൻ. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, വിശ്വാസമാണ് പ്രധാനപ്പെട്ടത്, ബുദ്ധിയല്ല.
ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് അത്ഭുതങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം അല്ലാഹു ഇന്നല്ലാഹ അസീസുൻ ഹകീം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചരിത്രം എന്താ? ഈസാ നബിക്ക് എന്താ സംഭവിച്ചേ? ഈസാ നബി അലൈഹിസ്സലാം മരിച്ചുപോയോ? അല്ലെങ്കിൽ ക്രൈസ്തവർ വിശ്വസിക്കുന്ന പോലെ ക്രൂശിക്കപ്പെട്ടോ? എന്താ സംഭവിച്ചേ? ക്രൈസ്തവർ വിശ്വസിക്കുന്നു ഈസാ നബിയെ അങ്ങനെ കുരിശിൽ തറച്ച് കൊന്നു. റോമൻ ഭരണകൂടം പിലാത്തോസ് അങ്ങനെ കൊല്ലപ്പെട്ടു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ കുറേ വിശ്വാസങ്ങൾ അവർക്കുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം ദൈവത്തിൻ്റെ മകനാണ്. അങ്ങനെ ഒരു വിശ്വാസം അവർക്കുണ്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ 157, 158 ആയത്തുകൾ, വേറെയും ആയത്തുകളുണ്ട്, ഒന്ന് വായിച്ചു നോക്കൂ. അള്ളാഹു എന്താ പറഞ്ഞേ? ഖൗലിഹിം ഇന്നാ ഖത്തൽനൽ മസീഹ ഈസ ഇബ്ന മറിയം. അവർ പറഞ്ഞു, ഞങ്ങൾ മറിയമിന്റെ മകൻ ഈസാനെ കൊന്നുവെന്ന്. റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതനായ ഈസാ നബിയെ ഞങ്ങൾ കൊന്നുവെന്ന് അവർ പറഞ്ഞു. വമാ ഖതലൂഹു, അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. വമാ സ്വലബൂഹു, അവർ അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടില്ല. വലാകിൻ, പിന്നെ എന്താ സംഭവിച്ചേ? ശുബ്ബിഹ ലഹും, അവ്യക്തമാക്കപ്പെട്ടു. അത്രേ ഉള്ളൂ, അവ്യക്തമാക്കപ്പെട്ടു. എന്ത് സംഭവിച്ചു? ഈസാ നബിക്ക് എന്ത് സംഭവിച്ചു? അത് മനുഷ്യരെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. അത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന പരമരഹസ്യമാണ്. അപ്പോ ശാസ്ത്രീയമായി കണ്ടുപിടിക്കുക, ഈസാ നബി എവിടെ പോയിരിക്കുന്നേ, ഏതാകാശത്ത് എവിടെയുണ്ട്, കണ്ടുപിടിക്കാൻ കഴിയില്ല. പിന്നെ പറഞ്ഞ വാക്കെന്താ? ബൽ, പക്ഷേ അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി. അള്ളാഹു അദ്ദേഹത്തെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തി. പിന്നെ എടുത്തു പറയാണ്, വമാ ഖതലൂഹു യഖീനാ, ഉറപ്പായിട്ടും സത്യമായിട്ടും ഈസാ നബീനെ അവർ കൊന്നിട്ടില്ല. സൂറത്ത് നിസായിലെ 157 ആയത്ത്. എന്നിട്ട് ക്രൈസ്തവരെ സംബന്ധിച്ചും യഹൂദരെ കൊന്നു എന്ന് പറയുന്ന യഹൂദരെ, കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ക്രൈസ്തവരെ, ആ രണ്ട് മതവിഭാഗത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് അറിവില്ല, അവർക്ക് വിവരമില്ല. ഇല്ലത്തിബാ അള്ളാന്, അവർ ഊഹത്തെ പിൻപറ്റുന്നു. ഊഹം അറിവല്ലല്ലോ. പക്ഷെ അല്ലാഹു പറയുന്നു അള്ളാഹുവിലേക്ക് ഉയർത്തി. അപ്പൊ ഒരു ചോദ്യം വരുമല്ലോ. ഇസ്ലാമിന്റെ ഈ കാഴ്ചപ്പാട് കൃത്യമാണ്. കാരണം വേറെ അവ്യക്തതയില്ല, ഒരുപാടൊന്നും ചിന്തിക്കാൻ പോകണ്ട, അത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്നു. അപ്പോൾ നമ്മൾ കൊച്ചുകുട്ടിയോട് ഒരു കാര്യം പറയുമ്പോൾ എങ്ങനെ പറയുക? ആ കുട്ടിക്ക് മനസ്സിലാകുന്ന ഒരു ശൈലിയുണ്ട്. നമ്മുടെ ലോകമല്ല കുട്ടിയുടെ ലോകം. 4-5 വയസ്സുള്ള കൊച്ചുകുട്ടിയോട് ഒരു കാര്യം പറയുമ്പോൾ തൽക്കാലം ഇപ്പോൾ നീ അത്ര അറിഞ്ഞാൽ മതി. നിനക്ക് വലുതാകുമ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ നിനക്കത് മനസ്സിലായിക്കൊള്ളൂ. അത് തന്നെയാണ് പടച്ചവൻ. അള്ളാഹുവിന് നമ്മളോട് പറയാൻ പരിമിതിയുണ്ട്. നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ചിന്താശേഷിയോ അത്രയും വിശാലമല്ല. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളൂ. അവിടെ ലോജിക്ക് എന്താ, ബുദ്ധി എന്താ? അതുകൊണ്ട് എൻ്റെ ബുദ്ധിക്ക് യോജിക്കാത്ത ഒരു കാര്യം ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ അപ്പം എന്താ അവിടെ പിന്നെ പറയേണ്ടത്? നിങ്ങൾ ആലോചിച്ച് വയ്ക്കും. അതുകൊണ്ട് ബുദ്ധിയല്ല പ്രധാനപ്പെട്ടത്, പടച്ചവനിലുള്ള വിശ്വാസമാണ് പ്രധാനപ്പെട്ടത്. അത് അടിവരയിടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് സ്ഥാനമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ആ ബുദ്ധിയേക്കാൾ അള്ളാഹുവിലുള്ള വിശ്വാസം. ഇനിയും ആലോചിക്കുക. മറിയം ബീവി ഗർഭിണിയാവുകയാണ്. ഈസാ നബിയെ ഗർഭം ധരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതിനു മുമ്പ് ഈസാ നബിയുടെ മാതാവാണ് മറിയം ബീവി. ഈ മറിയം ബീവിയെ ബൈത്തുൽ മുഖദ്ദസിൽ നേർച്ചയാക്കി. അങ്ങനെ അവിടെയാണ് ഈ മറിയം കൊച്ചുകുട്ടിയായ സമയത്ത് ജീവിച്ചത്. സൂറത്ത് ആൽ ഇംറാനിൽ ആ ചരിത്ര സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. സക്കരിയ അലൈഹിസ്സലാമാണ് മറിയം ബീവിയുടെ സംരക്ഷകൻ. മിഹ്റാബിൽ ഇങ്ങനെ കഴിയുമ്പോൾ സക്കരിയ അലൈഹിസ്സലാം നോക്കുമ്പോൾ മറിയം ബീവിയുടെ മുമ്പിൽ ആഹാരമുണ്ട്. വജദ ഇൻദഹാ റിസ്ഖ, മറിയം ബീവിയുടെ അടുത്ത് ആഹാരം ഇരിക്കുന്നു. കൊച്ചുകുട്ടിയാണ്, അവിടെ ആഹാരമുണ്ട്. അപ്പൊ ചോദിച്ചു, എങ്ങനെയാണ് നിനക്ക് ആഹാരം കിട്ടിയത്? എനിക്ക് അള്ളാഹു തന്നു. അവിടെ ആഹാരമുണ്ട്. എങ്ങനെ ആഹാരം വന്നു? സൂറത്ത് ആൽ ഇംറാനിലെ ആയത്തുകൾ പരിശോധിക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എങ്ങനെ ആഹാരം വന്നു, ആരാഹാരം കൊണ്ടുവന്നു കൊടുത്തു? മറിയം ബീവി തിരിച്ചു പറയുന്ന കാര്യമുണ്ട്, എന്റെ റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ ആഹാരം കൊടുക്കും. അവിടെ എന്താണ് ലോജിക്ക്? എന്താണ് അവിടെ ബുദ്ധി? ചിന്തിച്ചാൽ മനസ്സിലാവും. മറിയം ബീവിയുടെ അടുത്ത് ആഹാരമുണ്ട്. ഇത് നിത്യേന കണ്ടപ്പോ സക്കരിയ അലൈഹിസ്സലാം അള്ളാഹുവോട് ദുആ ചെയ്യുന്നു. ഇതിങ്ങനെ കാണുകയല്ലേ, റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് ഇഷ്ടം പോലെ ആഹാരം കൊടുക്കും. ഇപ്പൊ സക്കരിയ നബിക്ക് കുട്ടികളില്ല, സക്കരിയ പടുകളവനായി. സക്കരിയയുടെ ഭാര്യയാകട്ടെ വന്ധ്യയാണ്, മക്കളുണ്ടാവില്ല. ഇത് കണ്ടപ്പോൾ അള്ളാഹ് കണക്കില്ലാതെ ആഹാരം കൊടുക്കുമെങ്കിൽ എനിക്കൊന്ന് ദുആ ചെയ്താലോ, എനിക്ക് മക്കളില്ലല്ലോ. ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ, വൈദ്യശാസ്ത്രത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാവില്ല, പ്രായം കഴിഞ്ഞു. ഭാര്യയാകട്ടെ വന്ധ്യയാണ്. സക്കരിയ അലൈഹിസ്സലാം മിഹ്റാബിൽ കയറിയിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ എനിക്കൊരു കുട്ടിയെ വേണം. ആ ദുആ വിശുദ്ധ ഖുർആനിൽ കൊടുത്തിരിക്കുന്നു. അതായത് എനിക്ക് വലദൻ സ്വാലിഹൻ റബ്ബി ഹബിലി എനിക്കൊരു കുട്ടിയെ വേണം, സ്വാലിഹായ കുട്ടിയെ വേണം. അള്ളാഹുവോട് ദുആ ചെയ്യുന്നു. ഈ ദുആ സ്വീകരിച്ചുകൊണ്ട് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം സക്കരിയ നബിയുടെ അടുത്ത് വരുന്നുണ്ട്. അള്ളാഹു ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്, നിനക്കൊരു കുട്ടി വരാൻ പോകുന്നു, കുട്ടിയുടെ പേര് യഹ്യ എന്നാണ്. ഇത് കേട്ടപ്പോൾ സക്കരിയ നബിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവോട് പറയുന്നുണ്ട്, എനിക്ക് പ്രായമായി, എൻ്റെ ഭാര്യയാകട്ടെ വന്ധ്യയാണ്, എനിക്കങ്ങനെ കുട്ടി ഉണ്ടാകും. അപ്പൊ യഫ്അലു മാ യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്ന പോലെ പ്രവർത്തിക്കും. അതാണ് മറുപടി. അങ്ങനെ കുട്ടിയുണ്ടായി. ആ കുട്ടിയുടെ പേര് യഹ്യ എന്നാണ്. അതെങ്ങനെ സംഭവിച്ച്? ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ ബുദ്ധിയേക്കാൾ വിശ്വാസത്തിന് പ്രാധാന്യം നൽകുന്ന ഒരുപാട് വചനങ്ങളുണ്ട്. അതിൻ്റെ ഏതാനും ചില ഉദാഹരണങ്ങളെ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മാവല്ല, അതൊരു സ്വപ്നയാത്രയല്ല, മറിച്ച് ശരീരമാണ്. അദ്ദേഹം അവിടെ ചെന്നു, സ്വർഗവും നരകവും കണ്ടു. ഇത് ജനങ്ങളോട് സംസാരിക്കാനുള്ള കാര്യമാണ്. ജനങ്ങളോട് പറയുമ്പോൾ, ഞാൻ കണ്ട കാര്യം പറയുമ്പോൾ എനിക്കത് കുറച്ചുകൂടി ഉറപ്പാണ്. അതുകൊണ്ട് ലോജിക്കിൻ്റെ പുറകെ പോകാതെ, ശാസ്ത്രത്തിൻ്റെ പുറകെ പോകാതെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ശാസ്ത്രത്തെ തള്ളിയതോ ബുദ്ധിയെ തള്ളിയതോ അല്ല, അതിനൊക്കെ പ്രാധാന്യമുണ്ട്. പക്ഷേ വിശ്വാസം, ഏതിലുള്ള വിശ്വാസം? എൻ്റെ റബ്ബ് കഴിവുള്ളവനാണ്. ആ റബ്ബിലുള്ള വിശ്വാസം കുറയുമ്പോഴാണ് അന്ധവിശ്വാസം കയറി വരിക. യഥാർത്ഥ വിശ്വാസം കുറയുമ്പോഴാണ് അന്ധവിശ്വാസം കയറി വരിക. എൻ്റെ റബ്ബിന് കഴിവില്ല, എൻ്റെ റബ്ബ് എൻ്റെ ദുആ സ്വീകരിക്കില്ല. സക്കരിയ നബി ദുആ ചെയ്തു. ആരോട്? പ്രതീക്ഷയോടെ, എനിക്ക് എൻ്റെ റബ്ബ് തരും, കാരണം ഞാൻ പ്രായമുള്ളവനാണ്, എൻ്റെ ഭാര്യ വന്ധ്യയാണ്, എന്നാലും എൻ്റെ റബ്ബ് കഴിവുള്ളവനാണ്. അതാണ് വിശ്വാസം. ആ വിശ്വാസം കുറയുമ്പോൾ അന്ധവിശ്വാസം കയറി വരും, അനാചാരം കയറി വരും, ബിദ്അത്ത് കയറി വരും, ശിർക്ക് കയറി വരും. നമ്മുടെ വിശ്വാസം ആകെ കെട്ടുപിണയും, ആകെ പ്രശ്നങ്ങളാകും. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് എത്താൻ നമ്മളൊക്കെയും പരിശ്രമിക്കുക. അള്ളാഹുവിൻ്റെ ശക്തിയെ, അള്ളാഹുവിൻ്റെ കഴിവിനെ നമ്മളൊക്കെ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.